ചൊക്രമുടിയിലെ അനധികൃത കയ്യേറ്റത്തിനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഒത്താശ ചെയ്ത് എത്ര ഉന്നതരായാലും നടപടി ഉണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം വിഷയം അന്വേഷിച്ചു വരികയാണ്. പൂർണ്ണമായ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് നടപടികൾ ആരംഭിക്കുമെന്നും മന്ത്രി ഇടുക്കിയിൽ വ്യക്തമാക്കി. ജനം ഇമ്പാക്ട്. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഒത്താശയില്ലാതെ ഒരു മലയൊന്നാകെ കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയെന്നത് അസാധ്യം. പ്രാരംഭ പരിശോധനയിൽ തന്നെ കയ്യേറ്റമെന്ന് കണ്ടെത്തിയതോടെയാണ് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയത്. ദേവികുളം സബ് കളക്ടറുടെ വിശദമായ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്കാകും നടപടികൾ. നേരത്തെ പറയുന്ന 227/2001 എന്ന സർവേ നമ്പറിൽ ബ്ലോക്ക് നമ്പർ 4 പെടുന്ന പ്രദേശം ഏതാണ്ട് 3800-ലധികം ഹെക്ടർ വരുന്ന പ്രദേശത്തിന് ഒറ്റ സർവേ നമ്പറായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ RTK മെഷീൻ ഉൾപ്പെടെയുള്ള ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് കുറഞ്ഞ സമയക്കാലം കൊണ്ട് സർവേ ഡിമാർക്കേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ നടത്താൻ സർവേ വകുപ്പിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന സ്ഥലത്ത് വനഭൂമി എന്ന നിലയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ, പാരിസ്ഥിതിക പ്രാധാന്യം പ്രത്യേകമായി കണക്കിലാക്കിക്കൊണ്ട് പരിശോധിക്കാൻ വനം വകുപ്പിനോട് പ്രത്യേക നിർദ്ദേശവും രേഖാമൂലം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ചിട്ടുള്ള റിപ്പോർട്ട് ലഭ്യമായി കഴിഞ്ഞാൽ അനധികൃതമായിട്ടുള്ള പട്ടയമാണെങ്കിൽ ആ പട്ടയം റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കും. അനധികൃതമായ കയ്യേറ്റത്തിന് ഉദ്യോഗസ്ഥർ ആരെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടിക്ക് വിധേയമാകും. വ്യാജ പട്ടയങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ നടപടി ചട്ടം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് കർശനമായ നടപടിക്ക് നേതൃത്വം നൽകും. കയ്യേറ്റത്തിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങളും വിശദമായി പരിശോധിക്കുന്നുണ്ട്. വ്യാജ പട്ടയം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാൽ ക്രിമിനൽ കേസ് എടുക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കയ്യേറ്റത്തിന് ഒത്താശ ചെയ്തത് എത്ര ഉന്നതരാണെങ്കിലും നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണ റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചേക്കും. ജനം, ഇടുക്കി.